അസ്സലാമലൈക്കും. നബി ദിനത്തിന് അവതരിപ്പിക്കാൻ പറ്റിയ ഒരു കിടിലൻ കഥയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സ്നേഹമുള്ള കൂട്ടുകാരെ, നാട്ടുകാരെ, ഞാൻ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കഥ പറയാം. ഒരു ദിവസം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നീ ഇവിടെ നിൽക്കുക, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞ സ്ഥലത്ത് നിന്നു. പക്ഷേ അത് പറഞ്ഞയാൾ അക്കാര്യം മറന്നുപോയിരുന്നു. അങ്ങനെ ദിവസം 1, 2, 3 കഴിഞ്ഞു. അപ്പോഴും നബി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. 3-ാം ദിവസം യാദൃശ്ചികമായി അതിലെ വരാനിടയായ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു അത്ഭുതപ്പെട്ടു. അയാൾ ചോദിച്ചു, നീ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നോ? അപ്പോൾ യാതൊരു നീരസവും കൂടാതെ വിനയപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നോട് ഇവിടെ നിൽക്കാൻ താങ്കൾ പറഞ്ഞിരുന്നുവല്ലോ, ഓർക്കുക. നമ്മിൽ എത്ര പേർ ഇങ്ങനെ ചെയ്യും? അതായിരുന്നു അൽ അമീൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ സാമ്പത്തികമായി വിഷമം അനുഭവിക്കുന്ന പിതൃവ്യൻ അബൂ ത്വാലിബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവട കാര്യങ്ങളിൽ സഹായിച്ചിരുന്നു. അതിനുവേണ്ടി സിറിയയിലേക്കും മറ്റ് വിദൂര സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തിരുന്നു. യാത്രക്ക് ഒരുങ്ങുമ്പോൾ അയൽവാസികളായ പാവപ്പെട്ട ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ അങ്ങാടിയിൽ പോകുന്നു, നിങ്ങൾക്ക് വല്ലതും കൊണ്ടുവരേണ്ടതുണ്ടോ? യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും പുറത്തു പോകാൻ ആളില്ലാതെ നിരാലംബരായ ആളുകൾക്കും ഒരു ആശ്വാസമാകട്ടെ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ. താൻ ഏതായാലും കച്ചവടത്തിന് പോവുകയാണ്, അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ട് പ്രത്യേകം ബുദ്ധിമുട്ടുമൊന്നുമില്ലല്ലോ. ആവശ്യങ്ങളുമായി വരുന്ന ഒരാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെയാക്കിയില്ല, അവരെ നിരാശപ്പെടുത്തിയില്ല. കഴിയുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുത്തു. അതുകൊണ്ട് പാവപ്പെട്ട ഏതൊരാൾക്കും ഒരാശ്വാസമായിരുന്നു ആ കുട്ടി. ഇങ്ങനെയുള്ള സൽബുദ്ധിയും ത്യാഗ മനോഭാവവുമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. കഴിയുന്ന സഹായം ഓരോരുത്തർക്കും ചെയ്യുക. ഒരാളെയും വിഷമിപ്പിക്കുകയോ വെറുപ്പിക്കുകയോ ചെയ്യരുത്. എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാനാണ് നാം ശ്രമിക്കേണ്ടത്. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നാമും നല്ല കുട്ടികളായി തീരും. അങ്ങനെ എല്ലാവർക്കും നമ്മോട് നല്ല മതിപ്പായിരിക്കും. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമലൈക്കും.